തിരഞ്ഞെടുപ്പാണല്ലോ. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിൻ്റെ പുറകിൽ. 2024 മാർച്ചിൽ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ പ്രതികരണമാണ്. അന്നത്തെ സർക്കാർ മദ്യം ഒഴുക്കാൻ വേണ്ടിയും അഴിമതി കാണിക്കാൻ വേണ്ടിയുമാണ് ഇങ്ങനെ വീര്യം കുറച്ച് മദ്യം കൊണ്ടുവരുതെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയപ്പോൾ മദ്യത്തിന്റെ കാര്യത്തിൽ വീര്യം കുറഞ്ഞു. ഇന്നത്തെ പ്രൈം സ്റ്റോറി. നമ്മളിപ്പോൾ വി.ഡി. സതീശൻ 2024 പറഞ്ഞ വാക്കുകൾ കേട്ടു. പശ്ചാത്തലം, അബ്കാരി നിയമം ഭേദഗതി ചെയ്ത് സംസ്ഥാന സർക്കാർ വീര്യം കുറഞ്ഞ മദ്യം വിപണിയിൽ ഇറക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു. നികുതി കുറച്ച് വീര്യം കുറഞ്ഞ മദ്യം ഇറക്കുന്നത് നികുതി കമ്മീഷണർ എതിർത്തതിനെ തുടർന്നാണ് അന്ന് നികുതി ഘടന തയ്യാറാകാത്തതെന്നും അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്നലെ ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയും ധനമന്ത്രിയുമായ വി.ഡി. സതീശൻ പറഞ്ഞത് ഒരിക്കൽ കൂടി കേൾക്കാം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന നികുതി നിരക്ക്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം അനുവദിക്കുന്നതിനായി 2022-23 അബ്കാരി നയത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലയളവിൽ വിദേശ മദ്യച്ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പ്രസ്തുത ഭേദഗതി പ്രകാരം 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ വീര്യമുള്ള ബിയറും വൈനും ഒഴികെയുള്ള മദ്യ ഉൽപ്പന്നങ്ങളെ ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിച്ചിട്ടുണ്ട്. ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങളുടെ നികുതി ഘടനയിൽ വ്യക്തത വരുത്തുന്നതിനായി അവയ്ക്ക് അനുയോജ്യമായ വിൽപ്പന നികുതി നിരക്ക് കേരള പൊതുവിൽപ്പന നികുതി നിയമപ്രകാരം നിശ്ചയിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 0.5% മുതൽ 10% വരെ വീര്യമുള്ള ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് 120% വിൽപ്പന നികുതി നിരക്കും 10% മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% വിൽപ്പന നികുതി നിരക്കും നിശ്ചയിക്കുന്നു. നിലപാടുകളുടെ രാജകുമാരനായ നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്തു പറ്റി എന്നൊന്നും ചോദിക്കേണ്ട. പ്രതിപക്ഷത്തുള്ളപ്പോൾ പലതും പറയും, പക്ഷെ അധികാരത്തിലെത്തുമ്പോൾ അത് അങ്ങനെയൊന്നും ആവില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞത് നമ്മളും കേട്ടതാണ്. ഇതും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ അതല്ല ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയെക്കുറിച്ച് നിലവിലൊരു ചർച്ചയേ നടന്നിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി എം ലിജു പറയുന്നത്. നടപ്പാക്കണോ വേണ്ടയോ എന്നത് ഭാവിയിൽ എക്സൈസ് നയപരമായ ചർച്ചകളിലൂടെ തീരുമാനിക്കും. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിനുള്ള സാമൂഹ്യ പ്രത്യാഘാതം അടക്കം ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. മദ്യത്തിന്റെ സെയിൽസ് ടാക്സ് നിശ്ചയിക്കൽ മാത്രമാണ് ബജറ്റിൽ ഉണ്ടായതെന്നാണ് എം ലിജു ഇന്ന് മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അന്നത്തെ LDF സർക്കാർ കൊണ്ടുവന്ന ഈ 0.5 മുതൽ 20% വരെയുള്ള മദ്യത്തിന് സെയിൽസ് ടാക്സ് ഫിക്സ് ചെയ്തു. ഈ സെയിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നത് എക്സൈസ് വകുപ്പുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. എക്സൈസ് വകുപ്പ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് സംസ്ഥാന ധനകാര്യ വകുപ്പാണ്. GST ആണ്, സെയിൽ വകുപ്പാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നത്. ഇതിവിടെ കൊണ്ടുവന്നത് LDF ആണ്. ഇപ്പോൾ അവരെ ആരോപണം ഉന്നയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന ഉത്തരവാദിത്തം അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. ഇതിനിവിടെ വിൽക്കണോ എന്നുള്ള തീരുമാനം നയപരമായ തീരുമാനമാണ്. അത് LDF സർക്കാരിൻ്റെ മദ്യനയം അല്ലല്ലോ UDF സർക്കാരിൻ്റെ മദ്യം. ഇനി വിൽക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തെ സംബന്ധിച്ച് നയപരമായ തീരുമാനം UDF സ്വീകരിക്കേണ്ടതുണ്ട്. എക്സൈസ് മന്ത്രി വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെയൊരു കാര്യം വന്നതെന്ന് കരുതേണ്ട. തെരഞ്ഞെടുപ്പിന് മുൻപ് യൂട്യൂബർ സുജിത് ഭക്തനുമായി വി.ഡി. സതീശൻ നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ തന്നെ ലൈറ്റ് ആൽക്കഹോളിക് ഡ്രിങ്ക്സിനെ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് ആണ് വേണ്ടതെന്ന് പറയുന്ന വി.ഡി. സതീശൻ കാഠിന്യമേറിയ ആൽക്കഹോളിൽ നിന്ന് മദ്യനയം പുതുക്കി ഇന്റലിജന്റ് ആയ നീക്കത്തിലൂടെ ആളുകളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആ പോഡ്കാസ്റ്റിൽ പറയുന്നു. അതിലൂടെ രോഗങ്ങൾ കുറയും, സാമൂഹിക പ്രത്യാഘാതങ്ങൾ കുറയുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് കൂടിയാലോചനകൾ നടന്നില്ലെന്ന് എം ലിജു പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആകും മുൻപ് തന്നെ വി.ഡി. സതീശന്റെ മനസ്സിലുണ്ടായിരുന്ന ഐഡിയയാണ് ബജറ്റ് പ്രസംഗത്തിൽ ലൈറ്റായി കടന്നുകൂടിയത്. മുൻ സർക്കാർ അബ്കാരി നിയമത്തിൽ വരുത്തിയ ഭേദഗതി അനുസരിച്ച് മാത്രമാണ് UDF സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് UDFും നേരത്തെ നമ്മൾ കേട്ട ആ ബൈറ്റിൽ എം ലിജുവും ഒക്കെ പറയുമ്പോൾ മുൻ എക്സൈസ് മന്ത്രി പറയുന്നു ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. LDF സർക്കാർ പറഞ്ഞത് കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മദ്യത്തെക്കുറിച്ച് മാത്രമാണ്. സ്പിരിറ്റ് ഉപയോഗിച്ചുള്ള മദ്യത്തെക്കുറിച്ചാണ് UDF ഇപ്പോൾ പറയുന്നത്. ഈ ഇടപാടിൽ
മുഖ്യമന്ത്രി സതീശന് എത്ര കിട്ടിയെന്നാണ് മുൻ എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ ചോദ്യം. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. ഈ വിപണിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ആവശ്യമായിരുന്നു. LDF ഗവൺമെന്റിനെ അവർ സമീപിച്ചിരുന്നു. LDF സർക്കാർ ആ ആവശ്യത്തിന് വഴങ്ങിയില്ല. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ VD സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്. LDF സർക്കാർ നിഷേധിച്ച ഒരു നികുതി ഇളവ് UDF അധികാരത്തിൽ വന്നു ആദ്യം തന്നെ കൊടുത്തു. പ്രയോറിറ്റി എന്താന്നുള്ളത് വ്യക്തമായില്ല. കർഷകരെ സഹായിക്കാനാണ് അന്ന് സംസ്ഥാന സർക്കാർ അബ്കാരി നയത്തിൽ മാറ്റം വരുത്തിയതെന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്നത്. അന്ന് അഴിമതി എന്ന് പറഞ്ഞ അതേ കാര്യം VD സതീശൻ ഇപ്പോൾ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നത് സ്വാഭാവികം മാത്രമാണ്.